സ്നാക്കാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്, ആലു ടിക്കി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഒരു 2 വലുതും ഒരു ചെറിയ പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് പുഴുങ്ങിയതാണ്, അതിൻ്റെ തോലൊക്കെ മാറ്റിയതാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു മാവ്, ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ ആവണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞ് വരണം, ഒട്ടും തരിയായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കണം. കുറച്ച് ഉപ്പ് ചേർക്കുവാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ ചതച്ച മുളക് ചേർക്കുവാണ്. മുളക് ചതച്ചതില്ലെങ്കിലും മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി, കാരണം പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണിത്. ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മുടെ നല്ല ജീരകം കുറച്ച് ചേർത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്താൽ മതി. ഇത് ആംചൂർ പൗഡറാണ്. ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ ഉണക്കി പൊടിച്ചത്. അപ്പോൾ ഇത് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയാണ് ഇടുന്നത്. ഇപ്പം നമുക്ക് ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളിതിന് പകരം കുറച്ച് നാരങ്ങ നീര് ചേർത്താൽ, ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ചാട്ട് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്നാക്സിലൊക്കെ മിക്കതിലും അവർ ചാട്ട് മസാല ചേർക്കാറുണ്ട്. അപ്പം ചാട്ട് മസാല ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, ഇത് കുഴപ്പമൊന്നുമില്ല. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക, അത് ചേർക്കണം. അതുപോലെ ഇത് കുറച്ച് പുതിന ഇലയാണ്, പുതിന ഇല ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർക്കണം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. മല്ലിയില കുറച്ച് പുതിന ഇലയേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം, ഒരു ചെറിയ കപ്പ് നിറയെ എടുക്കണം. അതുപോലെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് അരിപ്പൊടി. അപ്പോൾ നമ്മുടെ അപ്പത്തിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അത് പുട്ടിൻ്റെ പൊടിയല്ല, അപ്പത്തിനൊക്കെ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം എടുക്കാൻ. അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർക്കണം. ഇതെല്ലാം നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒരു പരുവമാക്കി എടുക്കണം. ഇപ്പം ഞാൻ ആ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ടിക്കി ഉണ്ടാക്കാം. ഇപ്പം ഞാൻ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. കൈ നനച്ച ശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി വയ്ക്കണം ഓരോ ഉരുളകൾ. അപ്പോൾ ഇതുപോലെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എല്ലാം നമുക്കതുപോലെ ഷേപ്പാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ടിക്കി നല്ല ഷേപ്പിന് കിട്ടാൻ വേണ്ടി, സൈഡൊക്കെ നല്ല ഷേപ്പ് ആവാൻ വേണ്ടി നമുക്കിത് കയ്യിലിങ്ങനെ എടുത്തൊന്ന് പരത്തിയ ശേഷം ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ച് ഇതുപോലെ സൈഡ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല ഷേപ്പിന് തന്നെ കിട്ടും സൈഡെല്ലാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കിട്ടും. ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ടിക്കി എടുക്കാനായിട്ട്. എല്ലാം ഞാൻ
ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന് എനിക്ക് 14 ടിക്കി ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ ഇത് നമ്മൾ കുറച്ച് അധികം ഇതുപോലെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ടിക്കി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ടിക്കി വെച്ച് വറുത്തെടുക്കാം. സൈഡ് ആവുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് എടുക്കണം. ഇപ്പം നല്ല ചൂടിൽ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായ ശേഷം തീ നമ്മൾ മീഡിയത്തിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് മീഡിയത്തിലും ലോയിലും തീ ആക്കിയിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഉള്ളൊന്നും വേകില്ല. അത് പുറം മാത്രം മൊരിഞ്ഞ് വന്ന് ഉള്ളൊന്നും വേകാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ആ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറണം. അതുകൊണ്ടാണ് നമ്മൾ തീ മീഡിയത്തിലിട്ട് വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് ഇപ്പോൾ നല്ല ഇതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി തിരിച്ചിടാം. തിരിച്ചിട്ട സൈഡൂടെ ഇനി ഇതുപോലെ നല്ല ബ്രൗൺ ആയി കിട്ടണം. ഫ്ലെയിം ലോയിലാക്കിയിട്ട് അടുത്ത സൈഡും ഇതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ അടുത്ത സൈഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത സൈഡും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടിക്കിയെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് ഈ എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ പോരെങ്കിൽ കുറച്ച് എണ്ണയോടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ടിക്കിയെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ടിക്കിയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.